കവിയും ഗാനരചയിതാവും ഗായകനും പത്രപ്രവർത്തകനുമായിരുന്ന ചാത്തന്നൂർ മോഹൻ്റെ 9ാം അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നു. ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കവിയും ഗാനരചയിതാവും മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയുമായ പ്രഭാവർമ്മ നിർവഹിച്ചു. ചാത്തന്നൂർ മോഹൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചങ്ങമ്പുഴയ്ക്ക് വൈലപ്പള്ളി എന്തെല്ലാം വിശേഷണങ്ങളാണ് ചാർത്തിക്കൊടുത്തത്, അതൊക്കെ ഏറിയ കുറഞ്ഞ ചാത്തന്നൂർ മോഹൻ്റെ കാവ്യത്തിന് ചേരുമെന്ന് പ്രഭാവർമ്മ പറഞ്ഞു. ഞങ്ങൾ താൻ പ്രിയപ്പെട്ട കവിയെ കവർന്നില്ലേ എന്ന് മൃതിയോട് ചോദിക്കുകയാണ് വൈലപ്പള്ളി മാഷ്. ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. പേലവ നിലാവിൻ്റെ സൗരഭ്യം ശീലിച്ച ഒരു വ്യക്തിയാണ് ചങ്ങമ്പുഴയെന്ന് പറയുന്നു. ചാത്തന്നൂർ മോഹനും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പിച്ചകപ്പൂ പോൽ അശ്രുകവളിൽ തോരാത്തവനെ എന്ന വിശേഷണവും ചാത്തന്നൂർ മോഹന് ചേരുമെന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും തോന്നും. വളരെയേറെ ഇമോഷണലായി സെൻറ്റിമെൻ്റലായിട്ടുള്ള ധാരാളം വരികൾ ആ കാവ്യലോകത്ത് കാണാം. പൂന്തേൻ നീണ്ട കഴുത്തിൽ നിറഞ്ഞോനെ എന്നൊരു പക്ഷേ ചങ്ങമ്പുഴയ്ക്ക് ചേരുന്നതിനേക്കാളും ചാത്തന്നൂർ മോഹന് ചേരുകയെന്ന് കവി പ്രഭാവർമ്മ പറഞ്ഞു. കാരണം മോഹൻ ഒരു അനുഗ്രഹീത ഗായകൻ കൂടിയായിരുന്നു. നമ്മൾ കേവലം ഒരു നരവർഗ ജീവിയായി നിന്നാൽ പോരാ, അതിന് ഹോമോസോപ്പിയൻ എന്നാണ് പറയുക. ഹോമോപ്പിയൻ അവസ്ഥയിൽ നിന്നും ഒരു ഹ്യൂമൻ ബീയിങ് അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ കവികൾ. ആ കവികളോട്, കവിതാ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചാത്തന്നൂർ മോഹൻ എന്നും പ്രഭാവർമ്മ അനുസ്മരിച്ചു. നമ്മുടെ ഈ ലോകത്തെ ഇന്ന് ഒന്ന് കണ്ണോടിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഏതൊക്കെയോ വിധത്തിലുള്ള വിപര്യങ്ങളാണ് നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത്. നമുക്ക് സ്നേഹത്തിൻ്റേതായ ഇടങ്ങൾ ഇല്ലാതായിത്തീരുന്നു. ഇടപാടുകൾക്കുള്ള ഇടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥ വരുന്നു. അതേപോലെ സ്നേഹിതർ ഇല്ലാതാവുന്നു. ഇടപെടലുകാർ മാത്രമേ ഉള്ളൂ എന്ന് വരുന്നു. എന്തുമേതും എത്ര ലാഭത്തിൽ വിൽക്കാം, എത്ര ലാഭത്തിൽ വാങ്ങിക്കാം എന്ന ചിന്തയിലേക്ക് മനുഷ്യനാകെ കൂടുതൽ പരിമിതപ്പെട്ടു വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം ചെലവാക്കി നമുക്ക് പ്രിയപ്പെട്ടതെന്താണോ അത് നേടിയെടുക്കുക എന്നതായിരുന്നു നമ്മുടെയൊക്കെ മുൻ തലമുറകളുടെ ചിന്ത എങ്കിൽ, ഇന്ന് പ്രിയപ്പെട്ടത് എന്തൊക്കെയാണോ അതിനെയൊക്കെ ഒരു ഏണിയാക്കി പണം നേടിയെടുക്കുക എന്നതായിരിക്കുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു മനോനില. ഈ വിധത്തിൽ നമ്മളുടെ മനുഷ്യത്വത്തിന് ഏതൊക്കെയോ തരത്തിലുള്ള ഗ്ലാനി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ മാനവികതയെ നിലനിർത്താൻ വൈലോപ്പള്ളി മാഷാണ് പറഞ്ഞിട്ടുള്ളത്, പോരും ഇത്തിരി മെയ്യിന് സർവം പോര മാനുഷ്യസത്ത പുലർത്താൻ എന്ന്. അപ്പോൾ ഈ മാനുഷ്യസത്ത എന്നൊന്ന് നമ്മുടെ ഉള്ളിൽ പുലരുമ്പോൾ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമോസാപ്പിയൻ എന്ന അവസ്ഥയിൽ നിന്ന് ഹ്യൂമൻ ബീയിങ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഈ മാനുഷ്യസത്ത പുലരാൻ എന്തു വേണമെന്ന് തുടർച്ചയായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും അതിനുവേണ്ട മാനവികമായ മൂല്യ സത്ത കൃത്യമായി തൻ്റെ കവിതയിൽ ഉൾച്ചേർക്കുകയും അങ്ങനെ കവിതയെ ഒരു ശുശ്രൂഷക ആക്കി മാറ്റുകയും ചെയ്തു ചാത്തന്നൂർ മോഹൻ. അദ്ദേഹത്തിൻ്റെ ഭാവഭംഗിയിലും ശില്പഭംഗിയിലും വാർന്നു വീഴുന്ന കവിതകൾ അത് എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ ക്രാഫ്റ്റ് ഇതുപോലെ വഴങ്ങുന്ന അധികം കവികൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. വക്കിനു വാക്ക് തുളി നടത്തിയിടും കലാചാതുരി എന്നൊക്കെ പറയും ഈ ക്രാഫ്റ്റിനെ കുറിച്ച്. ഒരു വാക്ക് മറ്റൊരു വാക്കിനോട് ചേർക്കുന്ന കല. ആ കലയുടെ വലിയ ഒരു മാസ്റ്ററായിരുന്നു വയലാറൊക്കെ. ആ വയലാറിൻ്റെ ആ ഒരു മാസ്റ്ററി അത് എങ്ങനെയോ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള കവിയാണ് ചാത്തന്നൂർ മോഹൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതായത് മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ വാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മൊട്ടല്ല മുത്തല്ല ഞാൻ, കാടിനുള്ളിൽ അരിച്ചു വീണ വെയിലിൻ അന്തർമുഖധ്യാനവൻ എന്നൊക്കെ പറയുന്നിടത്ത് ഓരോ വാക്കും മറ്റൊരു വാക്കിലേക്ക് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് നോക്കുക. ഇതേപോലെ വാക്കിനോട് ചേർക്കുന്ന തരത്തിലുള്ള ഒരു രാസവിദ്യ കവിതയുടെ ഒരു അനിവാര്യ ഭാഗമാണ്. ഒരു മാജിക്കൽ സവിശേഷതയായിട്ട് കൈയടക്കമായിട്ട് ഇത് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള കവിയാണ് ചാത്തന്നൂർ മോഹൻ. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ മനുഷ്യത്വത്തിൻ്റെ ഉദ്ഗാനം എങ്ങനെ നിർവഹിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ആണ് അതിലാകെ കാണാൻ കഴിയുന്നത്.
അതിൻ്റെ ഈ മ്യൂസിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റി, അതിൻ്റെ ഈ കണ്ടൻറ്റ്, അതൊക്കെ എത്രയേറെ ശ്രേഷ്ഠതരമാണ് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിക്ക് KP അപ്പൻ സാർ എഴുതിയിട്ടുള്ള അവതാരികയുണ്ട്. KP അപ്പൻ സാറിൻ്റെ മനസ്സിനോട് ചേർന്ന് നിന്ന കവി എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ആളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, വേറെ ഏതെങ്കിലും ഒരു പുരസ്കാരത്തിൻ്റെ ആവശ്യവും ഇല്ല. വളരെ ക്രിട്ടിക്കലായിട്ട്, വളരെ സൂക്ഷ്മതരമായിട്ട്, വളരെ ഗാഠമായ പാരായണത്തിലൂടെ വരികൾക്കുള്ളിലെ കവിതയുടെ വെണ്ണപ്പാളി എന്താണെന്ന് കണ്ടെത്തുകയും അത് കൃത്യമായി അപഗ്രഥിച്ച് വായനക്കാരെ, ആസ്വാദകരെ അറിയിക്കുകയും ചെയ്യുന്ന നിരൂപണ പദ്ധതിയുടെ ഒരു പ്രോദ്ഘാതാവ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളാണ് അപ്പൻ സാറൊക്കെ. ആ അപ്പൻ സാറിൻ്റെയൊക്കെ സൂക്ഷ്മമായ പരീക്ഷണങ്ങളെ കടന്നു നിൽക്കുന്ന വിധത്തിലുള്ള കാവ്യകൃതികൾ എഴുതിയിട്ടുള്ള ഒരു കവി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം തുടർന്ന് ജീവിച്ചിരുന്നെങ്കിൽ, ഇനിയും ജീവിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വശകമാവാതിരിക്കുമായിരുന്നില്ല ഒരു അവാർഡും ഒരു പുരസ്കാരവും. പുരസ്കാരങ്ങൾ കൊണ്ടല്ല നമ്മൾ ഒരു കൃതിയെയും അളക്കുന്നത്, പുരസ്കാരങ്ങൾ കൊണ്ടല്ല ഒരു കവിത്വത്തെയും നമ്മൾ അളക്കുന്നത്. പക്ഷെ പുരസ്കാരങ്ങൾ ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് ആയിരക്കണക്കിന് കൃതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിൽ ചില കൃതികൾ ശ്രദ്ധേയമാണ് എന്ന നിലയ്ക്ക് വായനാ സമൂഹത്തിൻ്റെ ശ്രദ്ധയുടെ വെളിച്ചത്തിലേക്ക് ഈ കൃതിയെ ഒന്ന് നീക്കി വയ്ക്കുന്നതിന് പലപ്പോഴും ഈ പുരസ്കാരങ്ങൾ സഹായകമാകും. അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കുറേയൊക്കെ ചാത്തന്നൂർ മോഹന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ലഭിക്കാൻ അദ്ദേഹത്തിന് എല്ലാവിധത്തിലും അർഹതയുള്ളത് വേറെയും ഉണ്ടായിരുന്നു ധാരാളം. അതിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ആത്യന്തികമായ പുരസ്കാരമെന്ന് പറയുന്നത് വായനാ സമൂഹത്തിൻ്റെ സ്വീകാര്യതയാണ്. വായനാ സമൂഹത്തിൻ്റെ മനസ്സിൽ അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ളതാണ് കവിതയുടെ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭൂതിയുടെ ഒരു പ്രസരണം നമ്മളുടെ മനസ്സിൽ സാധ്യമാക്കി തീർക്കുക, നമ്മൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭവ മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ നമ്മളുടെ മനസ്സിനെ നവീകരിക്കുക, നമ്മളുടെ മനസ്സിൽ ഉൾച്ചേർന്നിട്ടുള്ള മാനുഷ്യ സത്തയെ നവീകരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്, കവികർമ്മമാണ്. ഈ ധർമ്മം ഏറ്റവും നല്ല നിലയിൽ അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരികൾ, നാടകഗാനങ്ങളാണെങ്കിലും ശരി, കവിത ആണെങ്കിലും ശരി, നമ്മളുടെ മനസ്സിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. നിർദ്ദയ ലോകത്ത് നാം ഇരുപേർ ഒറ്റപ്പെട്ടോർ, അത്രയുമല്ല തമ്മിലും ഒറ്റപ്പെട്ടോർ എന്നൊരു കവിതയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ തമ്മിൽ പോലും ഒറ്റപ്പെട്ടു പോകുന്ന ഏകാന്ത മനസ്സുകൾക്ക് കൂട്ടുപോരുന്നത് ഈ കവിതയല്ലാതെ മറ്റൊന്നുമല്ല. ആ നിലയ്ക്ക് കവിതയെ കാണുകയും കവിതയ്ക്കായി ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്തു ചാത്തന്നൂർ മോഹൻ. സാധാരണ ഒരു വ്യക്തിക്ക് കവിതയ്ക്ക് വേണ്ടി ജീവിതം കൊടുക്കാനൊക്കെ പറ്റും, കവിതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ജീവിതം സമർപ്പിക്കാൻ പറ്റും. പക്ഷേ പത്രപ്രവർത്തകനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ദുഷ്കരമാണ്, വേണമെങ്കിൽ അസാധ്യമാണ് എന്നുപോലും പറയാം. പത്രപ്രവർത്തകൻ കവി കൂടിയാവുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ ഈ രണ്ട് രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇതുപോലെ ഓരോന്നോർക്കെ ക്ലേശപൂർണ്ണമീ യജ്ഞം എന്ന് വൈലോപ്പിള്ളി മാഷ് കവിത എഴുത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലേശപൂർണ്ണമായ യജ്ഞം എന്ന് വൈലോപ്പിള്ളി മാഷിനെ പോലെ വലിയ ജോലികളൊന്നും ഇല്ലാതൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. ആ അധ്യാപക വൃത്തിക്കിടയിൽ അദ്ദേഹത്തിന് കവിത എഴുതാൻ ധാരാളം സമയവും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ക്ലേശപൂർണ്ണമായ യജ്ഞമാണിത് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാൾക്കോ? പത്രപ്രവർത്തന രംഗത്തുള്ള ആളുടെ വലിയൊരു പ്രത്യേകത എന്താ? ഒരു കവിയെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നും അദ്ദേഹത്തിനൊന്ന് കാണാൻ കഴിയില്ല. ഒരു പൂ വിടരുന്നത് കാണാൻ കഴിയില്ല, ഒരു നിലാവ് ഉദിക്കുന്നത് കാണാൻ കഴിയില്ല, ഒരു അസ്തമയം കാണാൻ കഴിയില്ല. അസ്തമയത്തിൻ്റെയൊക്കെ സമയത്താണ് രാജേഷിനെ പോലെ സുധിയെ പോലെയൊക്കെയുള്ള പത്രപ്രവർത്തകരുടെ പീക്ക് അവർ. അവർക്ക് ഈ ഡെസ്കിൽ നിന്നൊന്ന് മോചിതരായിട്ട്, ഡെസ്കിൽ നിന്ന് ആ ന്യൂസ് സംബന്ധിച്ച ആ പീക്ക് ഹവറിൻ്റേതായ പിടിയിൽ നിന്ന്, ഘടികാരസൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന് പറയുമല്ലോ, അതേപോലെ ഈ ഘടികാരസൂചിയുടെ പിടിയിൽ നിന്നൊന്ന് അവധിയെടുത്ത് ചില നിമിഷങ്ങളെങ്കിലും സ്വന്തമാക്കി ഒന്ന് മാറി നിൽക്കാൻ, ഈ സൗന്ദര്യാനുഭവത്തെ, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യാനുഭവത്തെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ ഒന്നും കഴിയാത്ത നിലയാണുള്ളത്. എനിക്കിപ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാനൊരു സന്ധ്യയും ആസ്വദിച്ചിട്ടില്ല എന്ന കാര്യം. ഒരു സന്ധ്യയ്ക്ക് കടൽത്തീരത്ത് പോയി നിൽക്കാൻ പറ്റുമോ? ഞാനൊരു ഘട്ടത്തിൽ പത്രപ്രവർത്തകനായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിൽ ഇലക്ട്രോണിക് മീഡിയയിലായിരുന്നു, ഒരു ടെലിവിഷൻ കമ്പനിയിൽ ആയിരുന്നു.
അതിനുശേഷം ആകട്ടെ മാധ്യമപ്രവർത്തനവുമായി തന്നെ ബന്ധപ്പെട്ട ജോലികൾ അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയിലാണ് ഇപ്പോൾ തുടരുന്നത്. ഈ സമയങ്ങളിലൊന്നും ഒരു സന്ധ്യ എനിക്കില്ല, ഇല്ല നമുക്കായി ഒരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നും എന്ന് കടമ്മനിട്ട് എഴുതിയത് പത്രപ്രവർത്തനത്തെക്കുറിച്ചാണെന്ന് പോലും തോന്നും. അങ്ങനെ ഒരു സന്ധ്യ കാണാൻ കഴിയില്ല, ഒരു ഉദയം കാണാൻ കഴിയില്ല, ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂനിലാവ് കാണാൻ, ഒരു കുളിരരിയുടെ കളകള ശബ്ദം കേട്ട് നിൽക്കാൻ ഒന്നും കഴിയില്ല. ഇങ്ങനെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവുക, ലൈഫ് ഈസ് ലോസ്റ്റ് ഇൻ ലിവിങ് എന്ന് പറയുമല്ലോ. അങ്ങനെ ഈ ജീവിക്കാൻ വേണ്ടിയുള്ള യാന്ത്രികമായ ഭൗതികമായ വ്യഗ്രതയ്ക്കിടയിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് പത്രപ്രവർത്തകർ. അത് പല ആളുകളും മനസ്സിലാക്കുന്നുമില്ല. ആ വിധത്തിലുള്ള ഒരു പത്രപ്രവർത്തനത്തിൽ പൂർണ്ണമായി ഇമ്മേഴ്സ്ഡായി നിമഗ്നനായി അങ്ങനെ കഴിയുകയാണ് ഒരു ജീവിതം മുഴുവനും. ഇതിനിടയിലാണ് അദ്ദേഹം ഇത്രയേറെ കവിതകൾ എഴുതിയത്, ഇത്രയേറെ ശ്രേഷ്ഠതരങ്ങളായിട്ടുള്ള കവിതകൾ എഴുതിയത്, ഇത്രയേറെ ആസ്വാദ്യകരമായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയത്. ഇത് രണ്ടും എങ്ങനെ കൂട്ടി ഒരുമിപ്പിച്ച് മുമ്പോട്ട് പോയി. അധികം പേരില്ല നമുക്ക്. കേരളത്തിൻ്റെ പൊതുസ്ഥിതി എടുത്താൽ തന്നെ നമുക്കറിയാം, പത്രപ്രവർത്തന രംഗത്തും സർഗസാഹിത്യത്തിൻ്റെ രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ, രണ്ടിലും ഒരുപോലെ മികവ് തെളിയിക്കാൻ കഴിഞ്ഞ ആളുകൾ അധികമില്ല. അങ്ങനെ അധികമില്ലാത്തവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, ഒരു പത്രപ്രവർത്തകൻ, ഈ രണ്ട് വ്യക്തിത്വങ്ങളും കൂടിച്ചേർന്ന ഒരു സവിശേഷമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് വേണം അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. ഈ പത്രപ്രവർത്തനവും കവിതയും എങ്ങനെ ചേർന്ന് പോകും? സത്യത്തിൽ ഒന്ന് വൈകാരികമായ ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നതാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു വൈകാരിക പ്രതികരണമാണ് കവിത ആവശ്യപ്പെടുന്നത്. പത്രപ്രവർത്തനമോ അത് യുക്തിപൂർണമായ ഒരു വൈചാരിക പ്രതികരണമാണ് ആവശ്യപ്പെടുന്നത്. ഒരു വിഷയത്തോട് വൈചാരികമായി ഒരാൾക്ക് പ്രതികരിക്കേണ്ടി വന്നാൽ, ഒരു പത്രപ്രവർത്തകന്, കവിയായ പത്രപ്രവർത്തകന് പ്രതികരിക്കേണ്ടി വന്നാൽ, പിന്നീട് അതേ വിഷയത്തോട് വൈകാരികമായി പ്രതികരിക്കാൻ കഴിയാതെ പോകും. എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ജൂപ് കൻവർ എന്ന പേരായ ഒരു പെൺകുട്ടി, 10-20 വയസ്സേ ഉള്ളൂ, ആ കുട്ടി സതി അനുഷ്ഠിച്ചു എന്നൊരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഈ സതി അനുഷ്ഠാനമൊക്കെ പണ്ടേ അബോളിഷ് ചെയ്തതാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അപൂർവമായിട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥ അവിടെ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ, അതെന്താണ് എന്നറിയാനൊരു വ്യഗ്രത ഉണ്ടായപ്പോൾ, അത് സംബന്ധിച്ചൊരു ഫീച്ചർ എഴുതണം എൻ്റെ ഓഫീസ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് ബസ്സിലാണ് പോകുന്നത്, 4-5 മണിക്കൂർ മതി. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഈ ജൂപ് കൻവർ ഒരു കണ്ണീർത്തുള്ളി പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 1-1.5 വരി ഞാൻ ആ ജൂപ് കൻവറിനെ കുറിച്ച് എഴുതി തുടങ്ങുകയും ചെയ്തു ഒരു കവിതയ്ക്ക് വേണ്ടി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ, അവിടെ ചെന്നിട്ട് ഈ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ സതി അനുഷ്ഠാനമൊന്നും അല്ല നടന്നത്. ഈ 20-കാരിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവിൻ്റെ ചിത കൂട്ടി ആ ചിതയിലേക്ക് നീണ്ട മുള കൊണ്ട് ഈ കുട്ടിയെ ചേർത്ത് പിടിച്ച് ദഹിപ്പിക്കുക പച്ചജീവനോടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ കവിത അങ്ങ് അസ്തമിച്ചു പോയി, മനസ്സിൽ കവിത ഉണ്ടാകാതെ പോയി. അതാണ് ഞാൻ പറയുന്നത്, ഒരു വിഷയത്തോട് വളരെ വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു വിഷയത്തോട് ആ വൈകാരികമായ പ്രതികരണത്തിൻ്റെ പ്രോഡക്റ്റാണ് കവിത. ആ കവിത ഉണ്ടാകേണ്ടിടത്ത് ഈ വൈകാരിക പ്രതികരണത്തിൻ്റെ സ്ഥലത്ത് വൈചാരികമായി നമ്മൾ പ്രതികരിച്ചാൽ, വിചാരസംബന്ധമായ രീതിയിൽ പ്രതികരിച്ചാൽ പിന്നെ ഈ വൈകാരിക പ്രതികരണം ഒന്നും ഉണ്ടാവില്ല, അതായത് കവിത ഉണ്ടാവില്ല. ജൂപ് കൻവറിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞൊരു ഫീച്ചർ എഴുതി, പക്ഷേ ആ കവിത ഉണ്ടായില്ല. ഇങ്ങനെ എഴുതപ്പെടാതെ പോകുന്ന ഒരുപാട് കവിതകളുടെ ഒരു വലിയ ചുടുകാട് കൂടിയായിരിക്കും ഏത് കവിയുടെയും മനസ്സ്. പലതും എഴുതണമെന്ന് കരുതും, പക്ഷേ എഴുതാൻ കഴിയില്ല. ആ എഴുതാനിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു, ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോകേണ്ടി വരുന്നു, ആ കവിത അവിടെ നിന്നു. അതേപോലെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു, ആ തീക്ഷ്ണമായ അനുഭവം മനസ്സിലിങ്ങനെ തങ്ങി വിങ്ങൽ പോലെ നിൽക്കുന്നു, അതിനെക്കുറിച്ച് എഴുതാമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ അതേ വിഷയത്തെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കണമെന്ന് വരുന്നു, അതോടെ അതും പോയി. അങ്ങനെ കവിത മുളയ്ക്കാനിടമില്ലാത്ത ഒരു മരുഭൂമി ആയി മാറും പതുക്കെ പത്രപ്രവർത്തകൻ്റെ മനസ്സ്. അങ്ങനെ ഉള്ള ഒരു പത്രപ്രവർത്തകൻ, അത്രയേറെയോ അതിലുമേറെയോ തിരക്കുള്ളൊരു പത്രപ്രവർത്തകനായിരിക്കെ തന്നെ മനസ്സിൽ ഈ സർഗാത്മകതയുടെ ഫലഭൂഷിതമായ ഒരു തലം നിലനിർത്താൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന് കവിതയോടുള്ള പ്രതിബദ്ധത എത്രയേറെ ആഴത്തിലുള്ളതായിരുന്നു എന്നതാണ് കാണിക്കുന്നത്.
വളരെ ആർദ്രമായ ഒരു മനസ്സ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ വാർത്തകളുടെ കഠോരമായിട്ടുള്ള ഈ ചംക്രമണങ്ങൾക്കിടയിൽ നിന്ന് ഒന്നൊഴിഞ്ഞു നിന്ന് ചില നിമിഷങ്ങളുടെ അവധിയെടുത്ത് മാറിയിരുന്ന് കവിത എഴുതാൻ പറ്റും. ഈ പത്രപ്രവർത്തകൻ എന്ന നിലയിലും കവി എന്ന നിലയിലും ഒരുപോലെ മികവ് പ്രകടിപ്പിക്കാൻ ചാത്തന്നൂർ മോഹന് കഴിഞ്ഞു. എന്നാൽ ആ വിധത്തിൽ കഴിഞ്ഞിട്ടുള്ള അധികം പേരില്ല നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഈ ഔദ്യോഗിക ജീവിതത്തോട് പടവെട്ടിക്കൊണ്ടൊരു കാവ്യജീവിതം നയിക്കുകയാണ്. ഈ ജീവിതം, ആ കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യജീവിതം മണ്ണിൽ എന്നെഴുതിയത് വൈലോപ്പിള്ളി മാഷ. അപ്പോൾ ഈ കെട്ട ജീവിതം ഉണ്ടെങ്കിൽ അതിന് സമാന്തരമായി ഒരു കാവ്യജീവിതമുണ്ട്. അങ്ങനെ ഒരു സമാന്തരതയിലൂടെ സഞ്ചരിക്കുകയും സമാന്തരമായ ഈ കാവ്യജീവിതത്തെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ആ പോകുന്നതിനിടയിൽ വെച്ച് വഴിയിൽ വീണു പോവുകയും ചെയ്ത ഒരു കവിയെയാണ്, ഒരു ഗാനരചയിതാവിനെയാണ്, ഒരു പത്രപ്രവർത്തകനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അദ്ദേഹവും ഞാനുമായി അതിഗാഠമായിട്ടുള്ള പരിചയമോ ദീർഘകാല ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അത്യപൂർവം ചില നിമിഷങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരേ വേദി പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായിട്ട്. അത്തരം ചില മാത്രകൾ, മുന്തിയ ചില മാത്രകൾ എന്ന് പറയുമല്ലോ, അത്തരം ചില മാത്രകൾ തന്നെ മതി നമ്മളുടെ മനസ്സിൽ ആ വ്യക്തിത്വം മായാത്ത വിധത്തിൽ പതിഞ്ഞു നിൽക്കാൻ. അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി, അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ അന്വേഷണങ്ങൾ, കവിതയെക്കുറിച്ചുള്ള ചില പങ്കുവെക്കലുകൾ, അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്ന് നിറയുന്നുണ്ട്. ചെറിയ നിമിഷങ്ങൾ കൊണ്ട് വലിയ ഒരു ജീവിതത്തെ മനസ്സിലാക്കാൻ, ചെറിയ നിമിഷങ്ങളെ ഒരു ടച്ച് സ്റ്റോൺ ആക്കിക്കൊണ്ട്, ഒരു ഉരകല്ലാക്കിക്കൊണ്ട് ഈ വലിയ ജീവിതത്തെ ആകെ ഒന്ന് നോക്കിക്കാണാൻ, ഒരു സിംഹാവലോകനം നടത്താൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് മനസ്സിനെ സമർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു സാന്നിധ്യം അതായിരുന്നു ചാത്തന്നൂർ മോഹൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്മരണ മുൻനിർത്തിയുള്ള പുരസ്കാരമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വർഷങ്ങളായി അതിങ്ങനെ തുടർന്ന് കൊടുത്തു പോരുന്നു. ഈ വർഷമാകട്ടെ പി വി ഷാജികുമാറിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. പി വി ഷാജികുമാറിന് സത്യത്തിൽ ചാത്തന്നൂർ മോഹൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കൃതി, മരണവംശം എന്ന കൃതി വായിച്ചിട്ടുള്ളവർക്കറിയാം. എനിക്കത് ഗാഠമായൊരു പാരായണത്തിന് വിധേയമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വായിച്ചു തീർക്കുമെന്ന് പറയട്ടെ. എന്നാൽ അതിലൂടെ ഒന്ന് ഒരു 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 മിന്നൽ വേഗത്തിലുള്ളൊരു സഞ്ചാരം നടത്താനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നത് ഒരു എപ്പിക് ഡയമെൻഷനുള്ളൊരു കൃതിയാണതെന്നാണ്. എപ്പിക് അല്ലെങ്കിൽ ക്ലാസിക് എന്നൊക്കെ ഒരു കൃതിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? എപ്പിക് എന്നതിനും ക്ലാസിക് എന്നതിനും ഒക്കെ ഒരു നിർവചനമുണ്ട് ഇംഗ്ലീഷിൽ. ഇറ്റ് ഷുഡ് ബി കണ്ടംപററി ടു ചേഞ്ചിങ് ടൈംസ്. മാറി മാറി വരുന്ന കാലങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കുക, അതിന് സമകാലികമായിരിക്കുക. മാറി വരുന്ന കാലങ്ങൾക്ക് സമകാലികമായിരിക്കുന്ന ഒരു കൃതിയെ മാത്രമേ നമ്മൾ എപ്പിക് എന്നോ ക്ലാസിക് എന്നോ ഒക്കെ പറയൂ. അങ്ങനെ ഭാവിയിൽ ഒരു എപ്പിക് ഡയമെൻഷനോടുകൂടിയ കൃതി എന്ന് വിലയിരുത്തപ്പെടാവുന്ന വിധത്തിൽ ഒരു ചെറിയ ഗ്രാമം, കാസർഗോഡ് ജില്ലയിലെ ഏർക്കാട് എന്ന ഒരു ഗ്രാമം, ആ ഏർക്കാട് എന്ന ഗ്രാമത്തിലെ ജീവിത സ്പന്ദങ്ങൾ ഒപ്പിയെടുത്ത് അതിനെ ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിത സ്പന്ദങ്ങളോ ഈ ലോകത്തിൻ്റെ ആകെ ജീവിത സ്പന്ദങ്ങളോ ഒക്കെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ മഹാഭാരതമൊക്കെ അതാ ചെയ്തിട്ടുള്ളത്. മഹാഭാരതത്തിലുമൊക്കെ എന്താ സംഭവിക്കുന്നത്? രണ്ട് രാജവംശങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അത് മനുഷ്യവംശത്തിൻ്റെ ആകെ കോൺഫ്ലിക്റ്റായിട്ട് മാറുന്നു. ആ വിധത്തിൽ മനുഷ്യരാശിയുടെ ആകെ ഭാഗധേയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബൈനറി ഓപ്പോസിറ്റുകളുടേതായ ഏറ്റുമുട്ടലുകൾ. ഇവിടെ നേരത്തെ പ്രസന്നരാജൻ സാറ് സൂചിപ്പിച്ചു, രതിയുടെയും പകയുടെയും ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന പക, അവർക്കിടയിലുണ്ടാകുന്ന ഈ വിദ്വേഷം, ഇതൊക്കെ തന്നെ ആ ഗ്രാമത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിലായി പരിമിതപ്പെട്ടു നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമായി പടർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മരണ വംശമെന്ന ഈ കൃതി മനുഷ്യവംശത്തിൻ്റെ ആകെ ഇതിഹാസഗാഥയായി മാറുന്നത്. ഈ ബൈനറി ഓപ്പോസിറ്റുകൾ വേണ്ടത്ര അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നൊരു കാലം കൂടിയാണിത് എന്നുകൂടി പറയണം. നമ്മുടെ വലിയ വലിയ കവികൾ, എഴുത്തുകാരൊക്കെ ഈ വിരുദ്ധ ദ്വന്ദ്വങ്ങളെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ പാരസ്പര്യതയ്ക്കിടയിലുണ്ടാവും.
പ്രത്യക്ഷത്തിൽ പാരസ്പര്യം ഉണ്ടായിരിക്കെ തന്നെ അവയ്ക്കുള്ളിൽ വലിയ വൈരുദ്ധ്യവും ഉണ്ടാവും. അത്തരം വൈരുദ്ധ്യങ്ങളെ കണ്ടെത്തിയാണ് ഇപ്പോൾ പരിസ്ഥിതിയും വികസനവും തമ്മിൽ, സുഖവും ദുഃഖവും തമ്മിൽ, സ്നേഹവും ശത്രുതയും തമ്മിൽ ഒക്കെയുള്ള ഈ ഓപ്പോസിറ്റ്സ്, ഈ ബൈനറി ഓപ്പോസിറ്റ്സ്, ഇവയുടെ കോൺഫ്ലിക്റ്റിൽ നിന്നാണ് സർഗാത്മകമായ ഒരുപാട് കൃതികൾ നമുക്കുണ്ടായിട്ടുള്ളത്. ഇടശ്ശേരിയുടെയൊക്കെ കവിതകൾ എടുത്താൽ ധാരാളമായിട്ട് നമുക്കറിയാം. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു, സർവോദയക്കാരനായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഒരു ബുദ്ധപ്രതിമയെടുത്ത് ഒരു നരിയുടെ മസ്തകത്തിൽ അടിച്ചതിനെ കൊല്ലുന്നതിനെ കവിതയിലൂടെ ന്യായീകരിക്കുകയും ചെയ്ത ആളാണ്. ആ വിധത്തിൽ അതിജീവിക്കുന്ന കൃതി എന്ന് മാറ്റം പറഞ്ഞാൽ പോരാ. നമ്മളുടെ ഈ പുതിയ കാലഘട്ടത്തിലെ നോവലുകളുടെ സവിശേഷതയെക്കുറിച്ച് പ്രസിഡന്റ് സാർ ഇവിടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, പുതിയ രൂപങ്ങളിൽ, പുതിയ ഭാവങ്ങളിലൊക്കെ പുതിയ ഒരു കാലവും ലോകവും അനാവൃതമായി തീരുന്നു നമ്മളുടെ ഈ പുതിയ കാലത്തെ നോവലുകളിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അതിനോട് ചെറിയൊരു വിയോജിപ്പ് തോന്നുകയാണ്. പുതിയ കാലഘട്ടത്ത് ഈ വിധത്തിലുള്ള നോവലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പരീക്ഷണാത്മകമായ നോവലുകൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ നമ്മളുടെ മണ്ണിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നുമുള്ള കൃതികൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മളുടെ നോവലുകളുടെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പരീക്ഷണങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണാം. എന്നാൽ ഒരുതരം ക്ലവർ റൈറ്റിങ്ങിൻ്റേതായ ഒരു സമർത്ഥ രചനയിലെ ഒരു സാമർഥ്യ പ്രകടനത്തിൻ്റേതായ അംശങ്ങൾ വലിയ തോതിൽ ഇതിലേക്ക് കടന്നു വരികയും അതിലെ ക്രിയാത്മകതയെ, സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻറ്റിനെ നിശേഷം ഇല്ലാതാക്കുകയും ചെയ്യുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വായിച്ച പുതിയ കാലഘട്ടത്തിലെ നോവലുകളെ മുൻനിർത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുതരം അസംബ്ലിംഗ് ആയി നമ്മുടെ നോവലുകൾ മാറുന്നു. അത് കേശവദേവിൻ്റെയോ തകഴിയുടെയോ ഒന്നും കാലത്ത് അങ്ങനെ ആയിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളുടെ മനസ്സിൽ നിൽക്കുന്നുമുണ്ട്. അസംബ്ലിങ്ങിൻ്റെ എലിമെൻ്റ് എവിടെ വരുന്നോ അവിടെ ജീവിതം ചോർന്നു പോകും, അവിടെ മനുഷ്യത്വം ചോർന്നു പോകും. ഈ മനുഷ്യത്വവും ജീവിതവും മണ്ണിൻ്റെ മണവും ഇല്ലാത്ത കൃതികൾ അതിജീവിക്കില്ല. ഈ ക്ലവർ റൈറ്റിങ്ങിൻ്റെയും അതേപോലെയുള്ള ഈ പല ഘടകങ്ങൾ പലയിടത്ത് നിന്നായിട്ട് കുറച്ച് ഇൻ്റർനെറ്റിൽ നിന്നെടുക്കും, കുറച്ച് സ്ഥലനാമ പുരാണങ്ങളിൽ നിന്നെടുക്കും, മറ്റ് കുറച്ച് കാര്യങ്ങൾ വായിച്ച മറ്റേതെങ്കിലും കൃതിയിൽ നിന്നെടുക്കും, ഇനിയും ചില ഭാഗങ്ങൾ പ്രശസ്തമായ അന്താരാഷ്ട്ര അഭിമുഖങ്ങളിൽ നിന്നെടുക്കും. ഇങ്ങനെ പലയിടത്ത് നിന്നായി പലതെടുത്തിട്ട് ഈ ചേരാത്ത കഷ്ണങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ചേർത്ത് പാതി വേവിച്ച് വിളമ്പിത്തന്നാൽ എങ്ങനെ ഉണ്ടാകും? അതിന് സമാനമായ വിധത്തിൽ ഉള്ള ഒരു കൃത്രിമമായ അസംബ്ലിങ്ങിൻ്റേതായ ഒരു ഘടകം നമ്മളുടെ പുതിയ കാലഘട്ടത്തിലെ നോവലുകളിലില്ലേ? അതിനെ അല്ലേ, ഈ കൃത്രിമത്വത്തെ അല്ലേ നമ്മൾ അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാലോചിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളവ ജീവിതത്തെ പുറത്താക്കും എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ പോസ്റ്റ് മോഡേണിസം കടന്നു വന്നു സാഹിത്യത്തിലേക്ക് പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്നതിന് മുമ്പ് പോസ്റ്റ് മോഡേണിസം കടന്നു വന്നത് എവിടെയാണ്? സിനിമയിലാണ് കടന്നു വന്നത്. സിനിമയിലേക്ക് പോസ്റ്റ് മോഡേണിസം കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അന്ന കരീന പോലെ, കുറ്റവും ശിക്ഷയും പോലെ, ഷേക്സ്പിയർ കൃതികളുടെ വിവിധ വെർഷൻസ് പോലെയുള്ള ജീവിത അപഗ്രഥനാത്മകമായ ജീവിതാഖ്യാനങ്ങൾ, ബൃഹദാഖ്യാനങ്ങൾ സിനിമയായിക്കൊണ്ടിരുന്ന ഹോളിവുഡിൽ നിന്ന് ആ വിധത്തിലുള്ള സിനിമകളൊന്നും വരില്ല എന്നായി. പിന്നെയോ വരുന്നത് ജുറാസിക് പാർക്ക് പോലെ, മമ്മി പോലെയുള്ള സിനിമകളാണ്. ഈ പുതിയ കാല സിനിമയുടെ പ്രത്യേകത എന്താ? അതിൽ മനുഷ്യൻ വേണ്ട. മനുഷ്യനെ യന്ത്രരൂപികളെ കൊണ്ടോ രാക്ഷസ രൂപികളെ കൊണ്ടോ ബഹിരാകാശ രൂപികളെ കൊണ്ടോ പകരം വയ്ക്കും. അതേപോലെ ഭൂമി വേണ്ട. ഭൂമിയെ ഈ ഒരു അന്തരീക്ഷം കൊണ്ട് പകരം വയ്ക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് അതും വേണ്ട. അതിനെ സ്പെക്ടാക്കുലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള വർണ്ണവിഭ്രാമക കാഴ്ചകൾ കൊണ്ട് പകരം വയ്ക്കും. സംവിധായകനും വേണ്ട. സംവിധായകനെ ഗ്രാഫിക് ആർട്ടിസ്റ്റിനെ കൊണ്ട് പകരം വയ്ക്കും. ആ വിധത്തിലുള്ള വർണ്ണ കെട്ടുകാഴ്ചകളാക്കി സിനിമയെ മാറ്റുകയും മനുഷ്യൻ്റെ ബുദ്ധിയെയും മാനസിക വികാസത്തെയും മാനസികോല്ലാസത്തിൻ്റെ ഫാക്കൾട്ടിയെയും ഓഫ് ചെയ്തിടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒന്നല്ലേ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ളത്. സാഹിത്യത്തിൽ പോസ്റ്റ് മോഡേണിസം ബൃഹദാഖ്യാനങ്ങളെ നിരാകരിച്ചു. ബൃഹദാഖ്യാനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൽ ജീവിതം പാടില്ല. വ്യക്തി ജീവിതമാണെങ്കിലും സമൂഹ ജീവിതമാണെങ്കിലും സമഗ്രമായിട്ട് പ്രതിപാദിച്ചു പോവുകയാണെങ്കിൽ, ജീവിതത്തിലെ സൂക്ഷ്മ സ്പന്ദങ്ങൾ തന്നെ അതിൽ കൊളുത്തി ചേർക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ബൃഹദാഖ്യാനമാവും. ഈ ബൃഹദാഖ്യാനങ്ങളെയൊക്കെ കാപ്സ്യൂൾ രചനകൾ കൊണ്ട് പകരം വെച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യന്ത്രമനുഷ്യരെ കൊണ്ടോ രാക്ഷസരൂപികളെ കൊണ്ടോ പകരം വെച്ചു. ഈ വിധത്തിലുള്ള ഒരു പകരം വയ്പ്പിൻ്റേതായ ഒരു കലയാണ് ഇപ്പം
പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ച് പറയുമ്പോൾ പരിസ്ഥിതി സംബന്ധമായിട്ട്, സ്ത്രീ സ്വാതന്ത്ര്യ സംബന്ധമായിട്ട് ഒക്കെയുള്ള പുരോഗമനപരമായ ഒരുപാട് നിലപാടുകൾ അത് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വെച്ചുകൊണ്ട് പോസ്റ്റ് മോഡേണിസം ആകെ പുരോഗമനാത്മകമാണ് എന്ന് വിലയിരുത്തിയാൽ മരം കണ്ടിട്ട് കാടിനെ മിസ് ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാവും. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ, ആധുനിക മുതലാളിത്തത്തിൻ്റെ കലയിലെ ഒരു മാനിഫെസ്റ്റേഷനാണ്, കലയിലെ ഒരു പ്രകട രൂപമാണ്. റാൾഫ് ഫോക്സ് ആണ് പറഞ്ഞ നോവൽ തന്നെ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന്. നോവൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമായിക്കോട്ടെ ആ കലാരൂപം, പക്ഷേ അതിനകത്ത് ജനകീയത, ജനായത്തവൽക്കരണത്തിൻ്റേതായ കല കൊണ്ടുവരാം, ജീവിത സ്പന്ദങ്ങൾ കൊണ്ടുവരാമെന്ന് തെളിയിച്ച് എത്രയോ എഴുത്തുകാർ, നോവലിസ്റ്റുകൾ നമുക്കുണ്ട്. അത്തരം നോവലിസ്റ്റുകളെ ആകെ നിരാകരിക്കുന്ന രീതിയിൽ, അത്തരം നോവൽ രചനാ രീതികളെ നിരാകരിക്കുന്ന രീതിയിൽ പുതിയ കാലത്ത് ഞാൻ പറഞ്ഞ ഈ ക്ലവർ റൈറ്റിംഗ് ഉണ്ടാകുന്നില്ലേ എന്നുള്ളത് പ്രസന്നരാജൻ സാറിനെ പോലെയുള്ള നിരൂപകർ വിശേഷിച്ചും സഹൃദയർ പൊതുവിലും ആലോചിക്കണം, അപഗ്രഥിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ദീർഘമായി പ്രസംഗിച്ചു പോകുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. ഈ ഒരു കൃതി, ഈ മരണവംശം എന്ന PV ഷാജികുമാറിൻ്റെ ഈ കൃതി ഈ പുതിയ കാല ട്രെൻഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് സന്തോഷം. പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെയുള്ള കൃത്രിമമായ ഒരു അസംബ്ലിങ്ങിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു അംബികാസുധൻ മങ്ങാട്, എൻ മകജ എഴുതിയിട്ടുള്ള അംബികാസുധൻ മങ്ങാടോ അതല്ലെങ്കിൽ ഈ മരണവംശം എഴുതിയിട്ടുള്ള ഷാജികുമാറോ ഒക്കെ വേറിട്ട് നിൽക്കുന്നു. ഈ മുഖ്യധാരയിലൂടെ ഒഴുകുന്നില്ല, ഗതാനുഗതിത്വത്തിൻ്റെ പാതയിലൂടെ പോകുന്നില്ല. അവർ വേറിട്ട് നിൽക്കുന്നു. അവർ നമ്മുടെ സർഗാത്മക സാഹിത്യത്തിൻ്റെ, സാംസ്കാരിക ഈടുവയ്പ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മഹത്തരമായ സംഭാവന വരുംകാലങ്ങളിലും ചെയ്യും എന്നും, അങ്ങനെ ചാത്തന്നൂർ മോഹൻ്റെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരത്തോട് വരുംകാല ജീവിതം കൊണ്ട് നീതി പുലർത്തും എന്നും കരുതാനാണ് എനിക്ക് താല്പര്യം. ഷാജികുമാറിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഈ മരണവംശം എന്ന നോവൽ രൂപപരമായും ഭാവപരമായും ഒരേപോലെ നവീനത എന്താണ് എന്നുള്ളത് വളരെ മൗലികമായ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്ന ഒരു രചനാശൈലി രൂപപ്പെടുത്തിയെടുത്തതിന്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത സ്പന്ദമുള്ള, സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദമുള്ള തരത്തിലുള്ള ഒരു രചന മലയാള സാഹിത്യത്തിന് വേറിട്ട് നിന്ന് സംഭാവന നൽകിയതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ചാത്തന്നൂർ മോഹൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രണമിക്കുകയാണ്. മാർക്കേസിൻ്റെ ഒരു പുസ്തകമുണ്ട്, Essay of 50 Years of Journalism. ഇതിൻ്റെ ആമുഖത്തിൽ മാർക്കേസ് പറയുന്നുണ്ട്, ഭാവി തലമുറ മാർക്കേസിനെ എങ്ങനെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതിനൊരു മറുപടിയുണ്ട്. 100 Years of Solitudeൻ്റെ എഴുത്തുകാരനെന്നോ സാഹിത്യത്തിന് നോബൽ കിട്ടിയ ആളെന്നോ അല്ല, ജേർണലിസ്റ്റ്, റിപ്പോർട്ടർ എന്നറിയപ്പെടാനാണ് ഇഷ്ടമെന്ന്. അത് എന്നും തൻ്റെ രക്തത്തിലുണ്ടായിരുന്നു. അതേപോലെ ജേർണലിസത്തിൻ്റെ മോഹവലയത്തിൽപ്പെട്ടുപോയ തലമുറയിലെ മോഹനേട്ടനെയും അതിനുശേഷം വന്ന എനിക്കും ഞങ്ങളെ പൊതുവായി ബന്ധിപ്പിച്ചു നിർത്തുന്ന മാധ്യമ പ്രവർത്തനം ആസക്തിയുമാണെന്ന് ഹിന്ദു പത്രം കൊച്ചി ബ്യൂറോ ചീഫ് K. സുധി പറഞ്ഞു. ചാത്തന്നൂർ മോഹൻ അനുസ്മരണം നടത്തുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ജേർണലിസത്തിൻ്റെ മോഹവലയത്തിൽ പെട്ടുപോയ തലമുറയിൽ പെട്ട മോഹനേട്ടനെയും അതിനുശേഷം വന്ന എനിക്കും ഞങ്ങളെ പൊതുവായി ബന്ധിപ്പിച്ചു നിർത്തുന്നത് ഈ മാധ്യമപ്രവർത്തനത്തോടുള്ള ആഭിമുഖ്യവും ആസക്തിയുമാണ്. അതൊരു വലിയ ലഹരി പോലെ ജീവിതത്തിൽ കൊണ്ടുനടന്ന ആളാണ് മോഹനേട്ടൻ. അത് കുറഞ്ഞൊരളവിൽ ഞാനും അതുപോലെ ആസ്വദിക്കുന്ന ഒരാളാണ്, അത് തുടർന്നു പോകുന്ന ഒരാളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ പ്രൊഫഷണലായുള്ള ബന്ധത്തിനപ്പുറം വ്യക്തിപരമായി ആ ബന്ധം ഹൃദയബന്ധമായി വളരുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ പ്രവർത്തന നഗരം കൊച്ചിയിലേക്ക് മാറുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോഴും എൻ്റെ അച്ഛനെ കാണുമ്പോഴൊക്കെ നിരന്തരം എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. മോഹനേട്ടൻ പറഞ്ഞിട്ട് പാലിക്കാതെ പോയൊരു വാക്കുണ്ട്, കൊച്ചിയിൽ ഞാൻ വരുമ്പോൾ സുധി നിൻ്റെ വീട്ടിൽ വരും. ഒരുപക്ഷെ ഏറ്റവും അവസാനം മോഹനേട്ടനെ കണ്ട് സന്തോഷത്തോടെ പിരിയുന്നത് അങ്ങനൊരു ഒരു കൂടിച്ചേരലാണ്. എപ്പോഴോ ഞാൻ അന്വേഷിക്കുമ്പോൾ മോഹനേട്ടൻ കൊച്ചിയിലുണ്ട്, മകളുടെ ഫ്ലാറ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോഹനേട്ടൻ ഇപ്പോൾ എവിടെ പോയി കാണാൻ പറ്റും? അപ്പം അച്ഛൻ ചങ്ങമ്പുഴ പാർക്കിൽ നടക്കാൻ പോയിരിക്കുകയാണ്, പോയിട്ട് വരും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വരുന്ന വിവരം മോഹനേട്ടനോട് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയും അവരും സമ്മതിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞ് മോഹനേട്ടൻ വീട്ടിലെത്തി എന്ന് ഉറപ്പാക്കിയ ശേഷം ചെന്നിങ്ങനെ ഡോറിൽ ബെല്ലടിച്ചു. അപ്പോൾ മോഹനേട്ടൻ വന്നിങ്ങനെ വാതിൽ തുറക്കുക ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി. ഞാനിപ്പോൾ കണ്ണനോടത് പറയുമായിരുന്നു.
എന്നെ കണ്ട നിമിഷത്തിൽ ഇങ്ങനെ ഈ കയ്യിൽ കയറി പിടിച്ചിട്ട് ഈ വൈകുന്നേരം ഞാൻ ആ ഫ്ലാറ്റിൽ വിട്ടുനിന്ന് തിരിച്ച് പോകുന്നത് വരെ ആ കയ്യിൽ നിന്നുള്ള പിടി അയച്ചിരുന്നില്ല. ആദ്യം എന്നെ കൈ പിടിച്ച് ആ ഡ്രോയിങ് റൂമിൽ സെറ്റിയിൽ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഡൈനിങ് ഹാളിൽ പോയിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വർത്താനം പറയാം. അപ്പോൾ ഒരു 7:30 മണിയായി. അപ്പം ഞാൻ പറഞ്ഞു, മോനേട്ടാ ഞാൻ ഇറങ്ങട്ടെ എന്നും. ഇല്ലില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു വിളിച്ച് കൊണ്ടുപോയി ഇരുത്തി. എനിക്കിപ്പോൾ ചപ്പാത്തിയാണെന്നുണ്ട്, ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും തന്ന് അതെൻ്റെ കൂടെ ഇരുന്ന് കഴിപ്പിച്ച് തിരിച്ച് ഫ്ലാറ്റിന് താഴെ എൻ്റെ കൂടെ വന്ന് പിന്നെ കുറേ നേരം ആ കാർ പാർക്കിങ്ങിന് അവിടെ നിന്ന് സംസാരിച്ച് എന്നിട്ടാണ് പിന്നെയും വഴിയിലേക്ക് നടന്നിറങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുക. അപ്പം അടുത്ത യാത്രയിൽ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് മോനേട്ടൻ പെട്ടെന്ന് വരുമെന്നും ആ വാതിൽ കടന്ന് വരുമെന്നും വന്ന് കൈപിടിച്ച് വീണ്ടും വർത്തമാനം പറയുമെന്നും കാണാഞ്ഞതിലുള്ള പരിഭവം പറയുമെന്നാണ്. അത്രയേറെ പ്രിയപ്പെട്ട മോഹനേട്ടൻ്റെ ഈ ചടങ്ങിൽ വരുമ്പോൾ വേറൊരു യാദൃച്ഛികത കൂടി ഉണ്ട് അതിനകത്ത്. ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ മോഹനേട്ടനോട് അടുപ്പമുള്ള ആളായിരുന്നു രാജേഷ്. ഞാൻ ആദ്യം ഈ മോഹനേട്ടൻ്റെ അനുസ്മരണ ചടങ്ങിന് 2 കൊല്ലം മുമ്പാണ് വരേണ്ടിയിരുന്നത്. അന്ന് ഒരു 16-ാം തീയതി ഒരു മീറ്റിങ്ങിന് ചെന്നൈയിലൊരു മീറ്റിങ്ങിന് ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോകേണ്ടി വന്നതുകൊണ്ട് ആ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം എന്നെയും രാജേഷിനെയും അടുത്ത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞതും അതാണ്. ചേച്ചിക്ക് പെട്ടെന്ന് വലിയ സന്തോഷം. മോഹനേട്ടൻ്റെ ഏറ്റവും അടുത്ത യുവ സുഹൃത്തുക്കൾ 2 പേര് ഞങ്ങളായിരുന്നു. മോഹനേട്ടനായിട്ടുള്ള സ്നേഹം ഓർക്കുന്നു. ചേച്ചിയോടും മക്കളോടുമുള്ള സ്നേഹം ഓർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ചാത്തന്നൂർ മോഹൻ ഒരു പ്രകാശ ഗോപുരമായിരുന്നുവെന്ന് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്ററും സ്ട്രേറ്റ് ലൈൻ അവതാരകനുമായ VS രാജേഷ് അനുസ്മരിച്ചു. ചാത്തന്നൂർ മോഹൻ എന്ന് പറയുന്ന ഒരു പ്രകാശ ഗോപുരം നമ്മളുടെ ഒരാളെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണുള്ളത് അതിനെ നമ്മളെ എങ്ങനെ മുന്നോട്ട് നയിക്കാം, ആ രീതിയിൽ ഒരു വഴികാട്ടി തന്നെയായിരുന്നു. ഇന്ന് ഇവിടെ ഈ ദിനത്തിൽ ജയചേച്ചി ഇതിന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം, വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിന് വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. മോഹനേട്ടൻ്റെ വേർപാടിൽ സങ്കടമുള്ളപ്പോഴും ഇത്രയും മനോഹരമായ രീതിയിലാണ് ഈ ഒരു ചടങ്ങ്. ഈ വേദിയിൽ ഇപ്പം ശ്രീ പ്രഭാവർമ്മ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കവി മോഹനേട്ടനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശരിക്കും ചാത്തന്നൂർ മോഹനേട്ടൻ്റെ ആ കവിക്ക് ഇതിൽ പരം ഒരു ഒരു കാവ്യാർച്ചന പോലെയായിരുന്നു വർമ്മജിയുടെ ആ പ്രസംഗം. അത് വളരെ നന്നായി. പിന്നെ ഈ ഒരു പരിപാടി മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകുന്നു. അത് ജയചേച്ചിയും മക്കളും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ദിവസത്തെ ഫാദേഴ്സ് ഡേ എന്നാണ് വിളിക്കുന്നത്. അച്ഛനെ മക്കൾ ഇതിൽ കൂടുതൽ ഒരു ഒരു അഞ്ജലി ഒരുക്കാനില്ല. കാരണം ഇത് എല്ലാ വർഷവും ഒരു അനുഷ്ഠാനം പോലെ അത്ര പവിത്രമായിട്ടാണ് ഈ ചടങ്ങ് കൊണ്ടു നടക്കുന്നത്. മോഹനേട്ടൻ്റെ കവിതകൾ, അതോടൊപ്പം പാട്ടുകൾ, ഇതെല്ലാം ആസ്വദിച്ചിരുന്ന ഒരാളാണ് ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഒരു കുറിപ്പ് ഞാൻ മോഹനേട്ടൻ മരിച്ചപ്പം പത്രത്തിൽ എഴുതിയായിരുന്നു. അത് വായിക്കുന്ന ഈ അവസരത്തിൽ ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. ഒരു വാക്ക് മിണ്ടാതെ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. സ്നേഹം ഒരു വാക്കായിരിക്കാം, എന്നാൽ അതൊരു വ്യക്തിയായാൽ ചാത്തന്നൂർ മോഹനെന്നോ കൂടുതൽ അടുപ്പവും വാത്സല്യവും അനുഭവിച്ചവർക്ക് മോഹനേട്ടനെന്നോ വിളിക്കാമായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെയും വാർത്തകൾ മിന്നൽ പിണർ പോലെ പ്രവഹിക്കുന്ന ഈ ലോകത്ത് അതിൽ മുഴുകുന്ന ഒരാളായിട്ടും ചാത്തന്നൂർ മോഹൻ്റെ മരണവിവരം വളരെ വൈകിയാണ് അറിഞ്ഞത്. നേരിൽ അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ഒരു വാക്ക് പോലും മിണ്ടാതെ യാത്ര പറയാതെ മോഹനേട്ടൻ പോയി. കണ്ടിട്ട് കുറേ നാളുകളായിരുന്നു. കേരള കൗമുദി വിട്ട് പ്രഭാതരശ്മി കൊല്ലത്ത് വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ച വേളയിൽ നാസറിനൊപ്പം അതിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അന്ന് വിളിച്ചു. പറ്റുമെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും എഴുതിയാൽ സ്വാഗതമെന്നും പറഞ്ഞിരുന്നു. ചാത്തന്നൂർ മോഹൻ എന്ന ബൈലൈൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുമ്പോഴാണ് അന്ന് കേരള കൗമുദിയുടെ കൊല്ലം ലേഖകരിൽ ഒരാളായിരുന്ന അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെട്ടത്. ആദരവിൻ്റെ അകലം മുതിർന്ന പത്രപ്രവർത്തകരിൽ നിന്നും സൂക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പുറന്തോട് ആദ്യം പൊളിച്ച് കളയിപ്പിച്ചത് മോഹനേട്ടനായിരുന്നു. സഹോദരതല്യ സുഹൃത്തിനെ പോലെ പെരുമാറുന്നയാളെ
ഏട്ടനെന്നുകൂടി ചേർത്തല്ലാതെ വിളിക്കാനാകുമായിരുന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടേ കാണാനാകുമായിരുന്നുള്ളൂ. അന്ന് ഇന്നത്തെ പോലെ ചാനലുകാരുടെയോ വാർത്താലേഖകരുടെയോ പ്രളയമുണ്ടായിരുന്നില്ല. വിവിധ പത്രങ്ങളുടെ ജില്ലാ ബ്യൂറോകളിൽ പ്രവർത്തിക്കുന്ന പത്രലേഖകർ തമ്മിൽ വലിയ അടുപ്പവുമായിരുന്നു. പലപ്പോഴും ഒത്തുകൂടും. ആ സംഘം ചേരലെല്ലാം അവസാനിച്ചിരുന്നത് മോഹനേട്ടൻ്റെ മനോഹരമായ പാട്ടുകളോടെയായിരുന്നു. ആ കാലഘട്ടത്തിലും ഒരു പരിധിവരെ ഇന്നും തലമുറകളെ വിഷാദത്തിലാഴ്ത്തുന്ന സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ എന്ന ഗാനമായിരിക്കും അവസാനം മോഹനേട്ടൻ പാടുക. മികച്ച ഗായകനായിരുന്നു. പിന്നണി ഗായികയായി പിൽക്കാലത്ത് മാറിയ ലതികയും മോഹനേട്ടനും ഒരു മ്യൂസിക് ട്രൂപ്പ് പങ്കെടുത്തിരുന്ന ഒരു മ്യൂസിക് ട്രൂപ്പ് കൊല്ലത്തുണ്ടായിരുന്നു. ഗാനമേളകളുമായി ഒരുപാട് വേദികൾ പിന്നിട്ട കഥ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കവിയായിരുന്നു. നാടകഗാനരചനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2 തവണ മികച്ച നാടകഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. ആ നാടകഗാനങ്ങളിൽ കവിതയുടെ അംശം പ്രകടമായിരുന്നു. സിനിമയിൽ പാട്ടെഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ ആരുടെയും അരികിൽ അവസരം ചോദിച്ച് പോയിട്ടില്ല. വ്യക്തിപരമായ സൗഹൃദങ്ങൾ പോലും അതിനായി ഉപയോഗിച്ചിട്ടില്ല. ജീവിതം ഇടിച്ചു കയറി കാര്യങ്ങൾ നേടാനുള്ള ഒന്നാണെന്ന് ഒരിക്കലും കരുതിയില്ല. ആർത്തിയോടെ തള്ളി മുമ്പിൽ കയറാൻ ശ്രമിച്ചവരുടെ അരികിൽ നിന്നും ഒരു മന്ദഹാസത്തോടെ എന്നും മാറി നിന്നു. ജീവിതം നേടാനുള്ള ഒരു പദ്ധതിയായി കണ്ടില്ല. പോയിപ്പോയത് ഓർക്കുമ്പോൾ നേടിയതൊക്കെ എത്ര നിസ്സാരം എന്ന ശാശ്വത സത്യത്തിൽ എന്നും വിശ്വസിച്ചു. അടുത്തവർക്കെല്ലാം ഹൃദയത്തിൽ ഇടം നൽകി. പ്രശസ്ത നിരൂപകൻ KP അപ്പൻ സാറിൻ്റെ പ്രിയങ്കരനായിരുന്നു മോഹനേട്ടൻ. ഏറ്റവും അടുപ്പമുള്ള ഒരാൾ. വർഷത്തിലൊരിക്കലെങ്കിലും ഒരു അനുഷ്ഠാനം പോലെ അപ്പൻ സാറുമായുള്ള അഭിമുഖം കേരള കൗമുദിയുടെ വാരാന്ത്യത്തിലോ ഓണപ്പതിപ്പിലോ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൻ സാറിന് സുഖമില്ലാതായ വേളകളിൽ ഒരിക്കൽ മോഹൻ്റെ പാട്ടും കേട്ട് ഒരു സായാഹ്നം പങ്കിടണമെന്ന് അടുത്ത ചില സുഹൃത്തുക്കളോട് സാർ പറഞ്ഞത് കവിയും സംഗീത നിരൂപകനുമായ P. രവികുമാർ ഓർമ്മിച്ചിട്ടുണ്ട്. സാറിന് അസുഖം കലശലായതോടെ അത് നടക്കാതെ പോയതിൻ്റെ സങ്കടം മോഹൻ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടന്നു. കേരള കൗമുദി ഓണപ്പതിപ്പിൻ്റെ ചുമതല വഹിക്കുകയും മാഗസിൻ എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പാടുന്നത് പോലെ ഈണമുള്ള ഭാഷയ്ക്കും ഉടമയായിരുന്നു. കാവ്യാത്മകം. ഒരു തുടക്കക്കാരന് ലഭിക്കുന്ന പ്രോത്സാഹനം വിലമതിക്കാനാവുന്നതല്ല. അതും അങ്ങനെയുള്ള സ്നേഹത്തണലുകൾ അത്യപൂർവമായിരുന്ന അക്കാലത്ത്. ഇതേ അനുഭവങ്ങൾ അടുപ്പം പുലർത്തിയ പലർക്കും പറയാനുണ്ടാകും. രക്ഷാകർതൃ സ്വഭാവമുള്ളവരെ അത്ര എളുപ്പം കണ്ടുകിട്ടില്ലല്ലോ. സമയം പൂർത്തിയായെന്ന് മോഹനേട്ടനോട് കാലം പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം കാലത്തിന് ആ കണക്ക് ചാത്തന്നൂർ മോഹൻ എന്ന പാവം മനുഷ്യനോട് പറയാനാവുമായിരുന്നില്ല. ആ തുളുമ്പുന്ന സ്നേഹത്തിന് അവകാശികളാവാൻ ഇനിയും ഒരുപാട് പേർക്ക് അവസരം ലഭിക്കേണ്ടിയിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടി എഴുതിയതാണ്. അതാണ് ഞാനിതിവിടെ വായിച്ചത്. മോഹനേട്ടൻ മരിച്ചിട്ടിപ്പോൾ 9 വർഷമായി. പക്ഷെ ഇന്നും ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഇന്നലെ എന്ന പോലെ ആ മധുരമായ ഒരു പാട്ട് പോലെ എത്രയോ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ കൂടിച്ചേരലുകളിൽ മോഹനേട്ടൻ്റെ പാട്ട് ആസ്വദിച്ചിരുന്നു. എത്ര നമ്മുടെ ഹൃദയത്തിലേക്കായിരുന്നു അദ്ദേഹം പാടിയിരുന്നത്. മോഹൻ്റെ ഓർമ്മ പുതുക്കേണ്ട ആവശ്യമില്ല. കാരണം മോഹൻ നമ്മുടെ മനസ്സിൽ നിത്യസ്മരണീയനാണെന്ന് കവി ചവറ KS പിള്ള അനുസ്മരിച്ചു. മോഹൻ എന്നും ഓർമ്മിക്കുന്ന ഒരു സ്നേഹരൂപമാണ്. യഥാർത്ഥത്തിൽ മോഹൻ മറ്റു പലതുമായിരുന്നെങ്കിലും ജന്മന ഒരു കവിയായിരുന്നു. പ്രഗത്ഭനായ അധ്യാപകൻ, ഗാനരചയിതാവ്, ഗായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ ഒത്തിരി വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു മോഹൻ എന്ന് ചവറ KS പിള്ള പറഞ്ഞു. ആ മനസ്സിൽ സംഗീതമുണ്ടായിരുന്നു ഒരു വിശേഷമല്ല. മോഹൻ്റെ മനസ്സിൽ ഒരു സദാ അദ്ദേഹത്തിൻ്റെ കവിത പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നിരുപാധിക സ്നേഹത്തിൻ്റെ നൈർമല്യം ആ കവി മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല കവിയാകാൻ കഴിഞ്ഞത്, നല്ല പത്രപ്രവർത്തകനാകാൻ കഴിഞ്ഞത്, നല്ല കുടുംബനാഥനാകാൻ കഴിഞ്ഞത്, നല്ല സുഹൃത്ത്, ആത്മീയമിത്രം എല്ലാം ആകാൻ കഴിഞ്ഞത് ആ നിരുപാധിക സ്നേഹത്തിൻ്റെ നൈർമല്യമാണ്. മോഹനെപ്പറ്റി ഒരുപാട് പറയാനുണ്ടെങ്കിലും
ഈ സന്ദർഭത്തിൽ അത്രയൊന്നും നീട്ടി പറയാതെ തന്നെ ഞാൻ ചില കാര്യം മാത്രം പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ മോഹൻ നമുക്ക് എന്ത് തന്നുപോയി? അത് കവിതയും ഗാനവും ഒക്കെയാണ്. പക്ഷെ ഒരു കവി ജീവിക്കുന്നത് മറ്റെല്ലാത്തിലുപരി തൻ്റെ സർഗ സൃഷ്ടികളിലൂടെയാണ്. മോഹനെ സംബന്ധിച്ച് കവിതയിലൂടെ, ഗാനത്തിലൂടെ ഒക്കെയാണ്. കവിതയ്ക്ക് മരണമില്ല, കവിക്കും മരണമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചാത്തന്നൂർ മോഹൻ എന്ന കവി നമുക്ക് നിത്യസ്മരണീയനും ആത്മമിത്രവുമാണ്. മോഹനെ പറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ എഴുത്തുവഴിയിൽ, ആ എഴുത്തുവഴിയിലെ തീർത്ഥസ്ഥലികളിലൊക്കെ സ്നേഹത്തിൻ്റെ തീർത്ഥം തന്ന ഒരു ആത്മമിത്രം, ഒരു കവി സുഹൃത്ത് എന്നുള്ളത് മാത്രമല്ല, ഒരു നീണ്ട കാലഘട്ടം ത്തിലൂടെ കടന്നുപോയ ഞങ്ങളുടെ സ്നേഹ സൗഹാർദ്ദ ആത്മബന്ധം അതൊരു എന്താ പറയേണ്ടത്, മനസ്സിൽ എപ്പോഴും കരിയാത്ത സ്നേഹത്തിൻ്റെ ഒരു പച്ചപ്പാണ്. ഒരു ഹൃദയപ്പാർച്ചകൾക്കും ആ പച്ചപ്പ് കരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആ സുഹൃത്തിൻ്റെ, ആത്മമിത്രത്തിൻ്റെ, കവിയുടെ, ഗാനജീവിതൻ്റെ എല്ലാമായ മോഹൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസം വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കുറച്ച് സമയം കൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ ലോകം സൃഷ്ടിക്കാൻ മോഹൻലാലിലൂടെ കഴിഞ്ഞുവെന്ന് കൊല്ലം പ്രസ് ക്ലബ് സെക്രട്ടറി സനൽ ഡി പ്രേം അനുസ്മരിച്ചു. 1-2 സ്വകാര്യമായ യാത്രകൾ അത് യാദൃശികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ മകളാണോ എന്നറിയില്ല, അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നു. അപ്പം അവിടേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് ഞാൻ ജോലിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് യാദൃശികമായിട്ട് കണ്ടുമുട്ടും. ആ ബസ്സിലുള്ള യാത്രയിൽ പറയുന്നതൊക്കെ സാഹിത്യത്തെക്കുറിച്ചാണ്, കഥയെക്കുറിച്ചാണ്, കവിതയെക്കുറിച്ചാണ്, പത്രപ്രവർത്തനത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മുതിർന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഒരു കവി എന്നുള്ള നിലയിൽ ഉള്ള രീതിയിലുള്ള ഉപദേശങ്ങൾ ഒരു നമുക്കറിയാം, പത്രപ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് അല്ലാതെയും നോക്കുമ്പോൾ പലരെക്കുറിച്ചും നമ്മൾ മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ഇന്നയാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഒരാളെക്കുറിച്ച് പോലും മോശമായിട്ട് ഒരു വാക്ക് പോലും ഇതുവരെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം സംസാരിക്കാത്ത ഒരാളായിരുന്നു ശ്രീ ചാത്തന്നൂർ. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹത്വത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷം അനുസ്മരണ സമ്മേളനം നടത്തണം, കൊല്ലം പ്രസ് ക്ലബിന് സഹകരണം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ജയചേച്ചി സമീപിച്ചപ്പോഴും നമ്മൾ വളരെ വിശാലമായ അദ്ദേഹത്തോടുള്ള സ്നേഹം വെച്ചിട്ട് തന്നെ നമ്മൾ സംഘടിപ്പിക്കാം, വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇത്രയും നാളും ഇപ്പം 9ാമത് അനുസ്മരണ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിലും വിപുലമായിട്ട് ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. അതിന് നമ്മൾ ആഗ്രഹിക്കുന്നു. കൊല്ലം പ്രസ് ക്ലബ്ബ് എപ്പോഴും ഒപ്പം ഉണ്ടാകും എന്ന് ജയചേച്ചിയോട് പറയുകയാണ്, ജയചേച്ചിയുടെ ബന്ധുക്കളോട് പറയുകയാണ്, ചാത്തന്നൂർ മോഹൻ ചേട്ടൻ്റെ അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കളോട് പറയുകയാണ്. എല്ലാ കാലത്തും പ്രസ് ക്ലബ്ബ് ഈ ചടങ്ങ് ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടി ഒപ്പം ഉണ്ടാവും. പിന്നീട് ഇവർ നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇത്തവണ എത്തിയത് ഞാൻ പറഞ്ഞ പോലെ പ്രഭാവർമ്മ സാറാണ്. അദ്ദേഹം എത്തിയത് തന്നെ വലിയ സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വലിയ സാമ്യങ്ങളുണ്ട്. രണ്ടുപേരും പത്രപ്രവർത്തകരായിരുന്നു, രണ്ടുപേരും കവികളാണ്, രണ്ടുപേരും നാടകഗാനം എഴുതിയിട്ടുണ്ട്. രണ്ടുപേരുടെയും കവിതയുടെ ഉൾക്കാമ്പെന്ന് പറയുന്നത് പ്രണയം, സ്നേഹമാണ്. ശ്യാമമാധവ ആയാലും നമ്മുടെ മോഹനൻ ചേട്ടൻ്റെ ശിവകാമി ആയാലും അതിനെല്ലാം സ്നേഹമാണ്. ഇവർ രണ്ടുപേരുടെയും എനിക്ക് കൂടുതൽ പ്രഭാവർമ്മ സാറുമായിട്ട് അത്ര വ്യക്തിപര അടുപ്പമില്ല എങ്കിൽ പോലും ചാത്തന്നൂർ മോഹനൻ ചേട്ടൻ പറഞ്ഞത് എപ്പോഴും സ്നേഹമാണ്, ചിരിച്ചുകൊണ്ടേ കാണാറുള്ളൂ. പ്രസ് ക്ലബ്ബിൽ വരുമ്പോഴൊക്കെ എപ്പം കണ്ടാലും ചിരിക്കുന്ന മുഖമാണ്. ഒരു എന്താ പറയുക, എപ്പോഴും സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുക, വ്യക്തിബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുക. ചാത്തന്നൂർ മോഹനൻ ചേട്ടൻ്റെ സൗഹൃദ വലയം എന്ന് പറയുന്നത് ഇത്രയും വിപുലമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്നേഹമായിരുന്നു. ഒരു കവിയുടെ
എന്താ പിന്നെ പ്രധാനമായിട്ട് ഒരു കവിക്കോ ഒരു കഥാകാരനോ ഉണ്ടാവേണ്ട പ്രധാന സംഭവം സ്നേഹം ആണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ചാത്തന്നൂർ മോഹൻ ചേട്ടൻ ഒരു കവിയായിരുന്നു, സ്നേഹത്തിൻ്റെ വക്താവായിരുന്നു, സ്നേഹത്തിൻ്റെ പ്രചാരകനായിരുന്നു. രതിയുടെ മൂർധന്യഭാവങ്ങൾ മരണവംശം എന്ന നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പക, വിദ്വേഷം എന്നിവയൊക്കെ സർഗാത്മകതയോടെ നോവലിൽ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞതായി ചാത്തന്നൂർ മോഹൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ പ്രസന്നരാജൻ പറഞ്ഞു. മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലുമായി മരണവംശത്തിന് ചില താരതമ്യപ്പെടുത്തലുകൾ കാണാം. അത്രമാത്രം പോയില്ലെങ്കിലും നോവലിൽ അത്രമാത്രം കഥാപാത്രങ്ങളുണ്ട്. ഈ നോവൽ ഒരു ദേശത്തിൻ്റെ കഥയാണ്, എന്നാൽ ആത്യന്തികമായി മനുഷ്യവംശത്തിൻ്റെ കഥയാണെന്ന് ഡോക്ടർ പ്രസന്നരാജൻ വിലയിരുത്തി. എഴുതി വരുന്നവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പത്രാധിപരായിരുന്നപ്പോഴും അങ്ങനെയാണ്, എഴുതി വരുന്നവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക. ഇപ്പം എന്തായാലും എഴുതി വരുന്ന ഒരാൾക്ക് 45 വയസ്സിൽ താഴെയുള്ള എഴുത്തുകാർക്കാണിത് സമ്മാനം കൊടുക്കുന്നത്. അതിന് ഷാജി കുമാർ അർഹനായി. ഏറ്റവും അർഹത ഉള്ള ഒരു അവാർഡാണിത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പല അവാർഡുകൾ കിട്ടിയെങ്കിലും ഇത്രയും വൈകാരികമായ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ആദ്യമായിട്ടാണെന്ന് അവാർഡ് ജേതാവ് PV ഷാജികുമാർ പറഞ്ഞു. മറുമൊഴി നടത്തുകയായിരുന്നു അദ്ദേഹം. അത് ചാത്തന്നൂർ മോഹൻ എന്ന കലാകാരൻ്റെ മനുഷ്യത്വത്തിൻ്റെയും കുടുംബസ്നേഹത്തിൻ്റെയും ഒരു വലിയ ആഴം കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ സുധീരനോട് പറഞ്ഞത്, പൊതുവെ എഴുത്തുകാർ ഈ കുടുംബത്തിലൊക്കെ ഭയങ്കര വെറുപ്പുണ്ടാക്കുന്ന ആളുകളാണ്. എല്ലാ എഴുത്തുകാരല്ല, കുറച്ച് എഴുത്തുകാർ. അത് കുടുംബത്തെ ഒന്നും നോക്കാതെ ഭയങ്കര അരാജകത്വപൂർണമായ ജീവിതം ജീവിക്കുന്ന, എങ്ങനെയെങ്കിലും മനുഷ്യത്വ വിരുദ്ധമായിട്ട് നിൽക്കുന്ന എല്ലാ എഴുത്തുകാരല്ല കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബസ്നേഹം കുറഞ്ഞ ആൾക്കാരാണ് പൊതുവെ കലാകാരന്മാർ ഉണ്ടാവാറ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സർഗശേഷിയുടെ ഒരു വിഭ്രമത്തിൻ്റെയും ഒരു മാനസികമായിട്ടുള്ള ഉച്ചവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്നതാവാം. അതുകൊണ്ടാവാം മഹാന്മാരെയും മലകളെയും അടുത്ത് കാണരുത് എന്ന പഴഞ്ചൊല്ല് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ വിഭിന്നമായി ചാത്തന്നൂർ മോഹൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു കലാകാരൻ ഇവിടെ ഉണ്ട്. ആ കലാകാരൻ വളരെ അപാരമായ ആഴത്തിൽ തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള മനുഷ്യരെയും, അത് ഏത് തട്ടിലുള്ള താഴെത്തട്ടിലും മുകളിൽത്തട്ടിലും നിൽക്കുന്ന എല്ലാത്തരം മനുഷ്യരെയും ഒരുപോലെ കാണുകയും അവരെ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നു എന്ന് അനുഭവിപ്പിക്കപ്പെട്ട ഒരു പുരസ്കാര ചടങ്ങ് കൂടിയായതിൻ്റെ ഒരു സന്തോഷവും എനിക്കുണ്ട്. അപ്പോൾ കൊല്ലത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന, അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയും അതിൻ്റെ ഒരു വൈകാരികമായ സ്നേഹവും ആദ്യമായി അറിയിക്കുന്നു. കൊല്ലത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ പുരസ്കാരമാണ് ചാത്തന്നൂർ മോഹൻ സാറിൻ്റെ പുരസ്കാരം. കൊല്ലത്ത് മാതൃഭൂമിയിൽ രാമൻകുളങ്ങരയിൽ 2016 തൊട്ട് 5 വർഷം ഞാനിവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആദ്യമായി ഞാൻ ഒരിക്കലും കൊല്ലത്ത് വരികയില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ വീട് കാസർഗോഡാണ്. അപ്പോൾ നമുക്ക് കൊല്ലം ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞാൻ പോകാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന മമ്മൂട്ടിയുടെ സംഭാഷണം പോലെ 2016 ഞാൻ കൊല്ലത്തെത്തുകയായിരുന്നു. അപ്പം അന്ന് എന്നെ കൂട്ടിക്കൊണ്ടാക്കാൻ വന്നിരുന്നത് എൻ്റെ ഭാര്യയായിട്ടുള്ള മനീഷയാണ്. പൊതുവെ സ്ത്രീകളെയാണ് ആളുകൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ അപരിചിതമായ സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാറ്. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാരാണ് പോകാറ്. പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് എൻ്റെ ഭാര്യയാണ്. എന്നെ രാമൻകുളം ഓഫീസിൽ കൊണ്ടാക്കി അവൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. കുറച്ച് നൊസ്റ്റാൾജിയുടെ അസുഖമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അന്ന് 5 വർഷത്തോളം കാലം ഞാൻ മാതൃഭൂമി കൊല്ലത്ത് ജോലി ചെയ്യുകയും എനിക്ക് എത്രയോ നല്ല സുഹൃത്തുക്കളെ കിട്ടിയ സ്ഥലമാണിത്. എത്രയോ പെൺ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുള്ള, എൻ്റെ ഹൃദയത്തോട് ജീവിതാന്ത്യം വരെ ചേർത്ത് വെക്കാൻ തക്കവണ്ണമുള്ള സുഹൃത്തുക്കളെ കിട്ടിയ നഗരമാണ് ഈ കൊല്ലം. എൻ്റെ എഴുത്ത് ജീവിതത്തിൽ വളരെയധികം നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നഗരം കൂടിയാണിത്. ഇവിടെ വെച്ചാണ് ഞാൻ ടേക്ക് ഓഫ് എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്നത്. ഇവിടെ വെച്ചാണ് പുത്തൻപണം എന്ന മമ്മൂക്കയുടെ പടത്തിൻ്റെ സംഭാഷണം എഴുതുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ്. ഇവിടുന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നതിന് തൊട്ട് ഒരു 6 മാസം 7 മാസം മുമ്പാണ് ഇപ്പോൾ ഈ അവാർഡിന് അർഹമായിട്ടുള്ള നോവലായിട്ടുള്ള മരണവംശം എഴുതി തുടങ്ങുന്നത്. അപ്പോൾ കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യനഗരമാണ്. എൻ്റെ ജീവിതത്തെ പല രീതിയിൽ മാറ്റിമറിച്ച, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നഗരം എന്ന നിലയിൽ ആ നഗരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പുരസ്കാരം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മയുടെ ആഴങ്ങളിൽ എന്നും മായാൻ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ചാത്തന്നൂർ മോഹൻ സ്മാരക പുരസ്കാരം കിട്ടിയുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.
മരണവംശം ആദ്യ നോവലാണ്. കഴിഞ്ഞ ജൂണിലാണ് ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇറങ്ങുന്നത്. മാതൃഭൂമി ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു 6-7 വർഷം മുമ്പാണ് ഈ നോവൽ എഴുതിയതെങ്കിൽ കൂടിയും ആ നോവലിൻ്റെ ഒരു പ്രമേയം വരുന്നത് ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കാറടുക്ക ഏരിയ കമ്മിറ്റിയുടെ ഒരു ലേഖന മത്സരത്തിന് എനിക്ക് 1ാം സ്ഥാനം കിട്ടുകയുണ്ടായി. അപ്പോൾ ജനാധിപത്യവും മതനിരപേക്ഷതയും എന്നായിരുന്നു ആ ലേഖന മത്സരത്തിന് കിട്ടിയ വിഷയം. അന്ന് ഞാൻ ഇത്ര നീളമുള്ള ഒരു പയ്യനല്ല, ഒരു 150 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെയാണ് ഈ പ്രീ ഡിഗ്രി ചെയ്യുമ്പോഴാണ് ഞാൻ നീളം വെച്ചത്. അപ്പോൾ ഈ പുരസ്കാരം വാങ്ങാൻ കാറടുക്കയിലേക്ക് ഞാൻ എൻ്റെ ഏട്ടനെയും കൂട്ടി പോവുകയും അപ്പോൾ അവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും അവരൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കുറേ വൈകി, രാത്രിയായി. തിരിച്ചു പോകാൻ ബസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കാറടുക്കയിലെ ഒരു സ്കൂളിൽ, ഒരു UP സ്കൂളിൽ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരം താമസിക്കുകയും അങ്ങനെ ഞങ്ങൾ ബെഞ്ചുകളൊക്കെ അടുക്കി വെച്ച് ഞങ്ങൾ 3 പേരും മലർന്ന് കിടക്കുകയാണ്. ഇന്ന് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അത്ര പുരോഗതിയൊന്നുമില്ലാത്ത കാലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രി കാലത്ത് ഒരു 10-25-30 വർഷം മുമ്പുള്ള 25 വർഷം മുമ്പുള്ള കാലമാണ്. അപ്പം ഞാൻ ഓട് ഒക്കെ പൊളിഞ്ഞ മേൽക്കൂരയൊക്കെ കാറ്റത്ത് പാറിപ്പോയ ഒരു സ്കൂളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ബെഞ്ചുകൾ അടുക്കി വെച്ച് മലർന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ നിലാവിങ്ങനെ ആകാശത്ത് നിന്ന് നമ്മളുടെ മുഖത്തേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കൂളിൻ്റെ പുറത്ത് ഒരു വലിയ കുന്നായിരുന്നു. ആ കുന്നിൽ കാസർഗോഡ് മാത്രം കാണുന്ന മുളിപ്പുല്ലുകൾ തെയ്യത്തിൻ്റെ മുടി പോലെ കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ഈ മുളിപ്പുല്ലുകളുടെ മൂളക്കവും നിലാവിൻ്റെ വെളിച്ചത്തിൻ്റെ നിറവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ നാട്ടുകാരനായിട്ടുള്ള എൻ്റെയും ഏട്ടൻ്റെയും കൂടെ രാത്രി പങ്കിട്ട ആ നാട്ടുകാരനായിട്ടുള്ള സുഹൃത്താണ് ഈ നോവലിലെ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ആ കാര്യത്തിൽ നിന്നാണ് മരണവംശത്തിൻ്റെ യാത്ര തുടങ്ങുന്നത്. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞു, MCA കഴിഞ്ഞ് പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് എത്തുന്നു, കൊല്ലത്തെത്തുന്നു. അങ്ങനെ അതിൻ്റെ യാത്രയിലുടനീളം ഈ കഥ വികസിക്കുകയും അതൊരു 5 വർഷം മുമ്പ് നോവലിലേക്ക് എത്തിപ്പെടുകയുമാണ് ഉണ്ടായത്. ഞാൻ ഒരിക്കലും ഇതാരും വായിക്കില്ല എന്ന് വിചാരിച്ച ഒരു നോവൽ കൂടിയാണിത്. കാരണം എൻ്റെ എല്ലാ ഭ്രാന്തുകളും, എൻ്റെ എല്ലാ രക്ഷിതാവസ്ഥകളും, എൻ്റെ എല്ലാ ഉന്മാദങ്ങളും, എൻ്റെ എല്ലാ നിസ്സഹായതകളും, അരികുവൽക്കരണങ്ങളും ഒക്കെ ആഖ്യാനിക്കാൻ ശ്രമിച്ച ഒരു നോവൽ കൂടിയായതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഈ നോവൽ ആരും വായിക്കില്ല എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ വായനക്കാർ അത് ഏറ്റെടുത്തു. അത് നേരത്തെ പറഞ്ഞതുപോലെ 20ാം പതിപ്പിൽ എത്തി നിൽക്കുന്നു. അത് വായിച്ച പ്രിയപ്പെട്ട വായനക്കാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ നോവലിൻ്റെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്കും, എൻ്റെ സഹധർമ്മിണിയാണ് ഈ നോവൽ മനീഷ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയാണ് ഈ നോവൽ 620 പേജ് ഉണ്ടായിരുന്ന ഈ നോവലിനെ 620 പേജായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ്. 13ാം ഡ്രാഫ്റ്റിലാണ് ഇത് 319 പേജായിട്ട് ചുരുങ്ങത്. അപ്പോൾ അവളാണ് ഇതിൻ്റെ ഈ 620 പേജിൽ നിന്ന് 319 ചുരുക്കിയ ഇതിൻ്റെ എഡിറ്റർ. അവളോട് നന്ദി പറയുന്നു. ഈ നോവലിൻ്റെ ആദ്യത്തെ പേര് റാക്ക് എന്നായിരുന്നു, ചാരായം എന്നർത്ഥം ഉള്ള റാക്ക് എന്നായിരുന്നു. പക്ഷേ പിന്നീട് നോവലിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ചിട്ട് മരണവംശം എന്ന് നോവലിന് പേരിടുകയായിരുന്നു. അത് ആ പേര് വരുന്നത് ഞങ്ങൾക്ക് റാക്കിന് പകരം പലവിധ പേരുകൾ ആലോചിക്കുന്ന സമയത്ത് ഈ എൻ്റെ വൈഫ് വല്ലാത്ത മരണങ്ങളാണല്ലോ ഇതിലെന്നിങ്ങനെ ആശങ്കയോടെ പറയുന്ന സമയത്ത് താഴെ എൻ്റെ 4 വയസ്സുകാരിയായിട്ടുള്ള മകള് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ടാകുമ്പോൾ ഈ ചിത്രം വരയ്ക്കുന്നതിൽ നിന്ന് തലയുയർത്തിയിട്ട് പറയുകയാണ്, എന്നാൽ അച്ഛൻ്റെ പുസ്തകത്തിന് മരണത്തിൻ്റെ പുസ്തകം എന്ന് പേരിട്ടൂടെ എന്ന് ചോദിക്കുന്നു. അതിൽ നിന്നാണ് മരണവംശം എന്ന പേര് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കൂടിച്ചേരലുകളുടെ ബാക്കി പത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്ന മരണവംശം എന്ന നോവൽ. ഈ മരണവംശത്തിൻ്റെ ഒപ്പം നിന്ന സുഹൃത്തുക്കൾ, ഉറ്റവർ, കുടുംബാംഗങ്ങൾ, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന വായനക്കാർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചാത്തന്നൂർ മോഹൻ സാർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ കലാകാരൻ, മനുഷ്യത്വമുള്ളവനാണ് യഥാർത്ഥ കലാകാരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപാരമായ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു ചാത്തൻ മോഹൻ എന്ന എഴുത്തുകാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ.
ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാന വാചകം ആണ് കലാകാരനെ സംബന്ധിച്ചോളം മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മൾ അനുശീലിക്കേണ്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുദ്ധൻ സമാധിയാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ സങ്കടത്തോടുകൂടി ബുദ്ധനോട് ചോദിക്കുന്നു, അല്ലയോ ബുദ്ധ, മരണത്തിലേക്ക് യാത്രയാവും മുമ്പ് ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകൂ എന്ന് സങ്കടത്തോടു കൂടി പറയുമ്പോൾ ബുദ്ധൻ വളരെ നേർത്ത മന്ദഹാസത്തോടെ പറഞ്ഞ ഒരു വാചകം ആണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് എന്നെ മനസ്സിലാക്കിപ്പിച്ചത്. ബുദ്ധൻ്റെ അവസാന വാചകം ഇങ്ങനെയായിരുന്നു, സ്വയം ഒരു വെളിച്ചമായി മാറുക എന്നുള്ളതാണ്. സ്വയം ഒരു വെളിച്ചമായി മാറുക എന്ന വാചകമാണ് ബുദ്ധൻ്റെ അവസാന വാചകം. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം. ഇത് തന്നെയാണ് ചാത്തന്നൂർ മോഹൻ സാറിനെ പോലുള്ള കലാകാരനായിട്ടുള്ള മാധ്യമപ്രവർത്തനായിട്ടുള്ള മനുഷ്യത്വമുള്ള ഒരു വലിയ മനുഷ്യൻ ചെയ്തത്. അതുകൊണ്ടാണ് 9 വർഷങ്ങൾക്ക് ശേഷം ചാത്തന്നൂർ മോഹൻ സാറിൻ്റെ ഒരു അവാർഡ് ദാനത്തിന് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുകയും ഈ ചടങ്ങ് അവസാനിക്കും വരെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നത്. അത് അദ്ദേഹം ചെയ്ത നന്മയുടെയും പരോപകാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലമാണ്. ഇത് തന്നെയാണ് കലാകാരനും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ചെയ്യുന്നത്. എന്തായാലും ചാത്തന്നൂർ മോഹൻ സാറിൻ്റെ പേരുള്ള ഈ പുരസ്കാരം മരണവംശത്തിന് ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തികൾ പങ്കെടുത്തു. പി വി ഷാജികുമാറിന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം വായിക്കുകയാണ്. ചാത്തന്നൂർ മോഹൻ ഫൗണ്ടേഷൻ, രജിസ്ട്രേഷൻ നമ്പർ KLMTC 164/2019, സാഹിത്യ പുരസ്കാരം 2024-25. പ്രശസ്തി പത്രം. ചാത്തന്നൂർ മോഹൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024-25 വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് PV ഷാജികുമാർ രചിച്ച മരണവംശം എന്ന നോവലാണ്. ഈ കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഏർക്കാന എന്ന ദേശത്ത് തലമുറകളായി കുടിപ്പകയും പ്രതികാരവും സ്ഥായീഭാവമായി കൊണ്ടു നടക്കുന്ന കുറേ മനുഷ്യരുടെയും അവർക്കിടയിലെ നിസ്സഹായരുടെയും കഥയാണ് മരണവംശം. മനുഷ്യവംശത്തിൻ്റെ മൗലിക ചോദനകളെയും അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമങ്ങളെയുമാണ് ഏർക്കാനയുടെ പ്രാദേശിക ഭൂമികയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. നടപ്പ് രീതികളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്ന ആഖ്യാന ശൈലിയും ഭാഷയുടെ ഗോത്ര സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമായ ഈ നോവലിലുടനീളം ഒരു ആഭിചാരത്തിൻ്റെ ഇരുണ്ട സൗന്ദര്യം നിലനിൽക്കുന്നുണ്ട്. തെയ്യരൂപങ്ങളും പ്രാർത്ഥനാ സ്മൃതികളും കൊണ്ട് വേറിട്ട ഒരു ലോകം. ഒന്നും അറിയാതിരുന്നവരെ, പകയുടെ തിമിരത്തിൽ ചുറ്റും നടക്കുന്നത് കാണാതെ പോയവരെ ജീവിതം എല്ലാം പഠിപ്പിക്കുന്ന കാഴ്ച ഈ കൃതിയിൽ ദർശിക്കാം. ക്രൂരമായ ആനന്ദങ്ങളെയും ആസക്തികളെയും വടക്കൻ മലബാറിൻ്റെ മലയാളത്തിൽ ഈണത്തോടെ ചേർത്ത് വച്ചിരിക്കുന്ന മരണവംശം മികച്ച നോവലാണ്. PV ഷാജികുമാറിന് ചാത്തന്നൂർ മോഹൻ ഫൗണ്ടേഷൻ്റെ സ്നേഹ ആദരവും രേഖപ്പെടുത്തുന്നു. ഡോക്ടർ K പ്രസന്നരാജൻ ചെയർമാൻ, വിനീഷ് വി രാജ് സെക്രട്ടറി. ന്യൂസ് ബ്യൂറോ, മീഡിയ കോഓപ്പറേറ്റീവ്. 2025.